രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അധികാലത്തെ കുർബാനയ്ക്ക് പോയാൽ പിന്നെ ആ ദിവസം മുഴുവൻ ഫ്രീ ആയിരിക്കും. എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്ത് തീർക്കാനായിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടാകും. വന്ന വഴി തന്നെ ഒരു ചായ ഇടാൻ ചേട്ടൻ പറഞ്ഞു. എന്നും ഇതൊരു പതിവാണ്. ചായ ഇടാൻ പറയും. അതിനുശേഷം ചേട്ടൻ എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട് അങ്ങ് പോകും. ചായയൊക്കെ ഇട്ട് ഞാൻ അവിടെ വെച്ചേക്കും. ചായ തണുത്ത് പോകും. കുടിക്കാന്ന് പറഞ്ഞ് പിന്നാലെ നടന്നാൽ ചായ കുടിക്കാനായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ബാസ്കുമോൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ചേട്ടൻ എന്തെന്ന് അറിയാനായിട്ട് നോക്കിയപ്പോൾ അതാ കോഴിക്കൂടിനരികിലുണ്ട്. എന്നോട് പറയുകയാണ് കോഴിക്ക് തീറ്റ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ. പണ്ട് വീഡിയോയുടെ മുന്നിൽ വരാൻ മടിയുണ്ടായിരുന്ന ചേട്ടൻ ഇപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കാറുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടും അവരുടെ സ്നേഹത്തോടെയുള്ള കമൻറ്റ് കണ്ടിട്ടൊക്കെയാണ് ചേട്ടന് വീഡിയോ ഇടാനുള്ള ഒരു താല്പര്യം പോലും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ. നമ്മൾ കരിങ്കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ ടർക്കി കോഴിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൽഗം എന്നും ടർക്കി കോഴിക്ക് നമ്മൾ പറയാറുണ്ട്. പിന്നെ അലങ്കാര കോഴികളാണ് ആ രണ്ടെണ്ണം കേട്ടോ. അപ്പോൾ ചേട്ടനിങ്ങനെ കോഴിക്ക് തീറ്റയെ കൊടുക്കുകയാണ്. പതുക്കെയുള്ള ആ ഒരു കോഴി അതുപോലെ ഫാം എന്ന് പറഞ്ഞ ബിസിനസ്സിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ കട നിർത്തിയത്. അപ്പോൾ അതാ ചായ ഇവിടെ ഇരുന്നു. ആദ്യത്തെ ചായ കുടിച്ചു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ചെറുപയറും അരിയും ഉഴുന്നും എല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നു കേട്ടോ. അപ്പോൾ ചെറുപയർ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നന്നായിട്ട് പുളി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. തേങ്ങ വെള്ള ചമ്മന്തി ആൻസൂട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അത് കഴിച്ച് ആൻസൂട്ടൻ കാച്ചസം ക്ലാസ്സിന് പോയി. പിന്നെ ഞാനും ചേട്ടനെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങോട്ട് കഴിച്ചു. അമ്മച്ചിക്ക് ദോശ അത്ര പിടിക്കില്ല. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ചോറാണ് കഴിച്ചത്. ദോശ ഉണ്ടെങ്കിൽ അമ്മച്ചി ദോശയും ഇഡലിയും ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ.